എട്ടുകാലികൾ, എലികൾ, പാമ്പ്, പൂച്ച, പട്ടി, അതുപോലെ തേളി, അങ്ങനെ എല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറപ്പുന്ന അങ്ങനെ വിചിത്രമായിട്ടുള്ള പല ഭക്ഷണങ്ങളും അല്ലെങ്കിൽ അങ്ങനെ വിചിത്രമായിട്ടുള്ള പല ജീവികളെയും കൊന്നു തിന്നുന്നവരാണ് ഇന്ന് ചൈനക്കാരെന്നത് പൊതുവെ ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്നാൽ പണ്ടത്തെ കാലത്ത് പണ്ട് കാലങ്ങളിൽ ചൈനക്കാർ ഇതിലും വിചിത്രമായിട്ടുള്ള നമ്മുടെയൊക്കെ കിളി പറക്കാൻ സാധ്യതയുള്ള അത്രക്കും വിചിത്രമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പൊതുവെ പണ്ട് കാലങ്ങളിൽ ചൈനക്കാരൊക്കെ ഏറ്റവും നമുക്കൊക്കെ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അറപ്പ് പോലും തോന്നും. മറ്റൊന്നുമല്ല, നമ്മുടെ തലയിലൊക്കെ പേന, അത് മനുഷ്യന്മാരുടെ തലയിലുള്ള പേന, അതേപോലെ പല കീടങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ അട്ട, മൂട്ട, ഇതിനെല്ലാം തന്നെ പണ്ട് കാലങ്ങളിൽ ചൈനക്കാർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഭക്ഷണങ്ങളിൽ വളരെ കോമൺ ആയിട്ട് തന്നെ ഈ പേനെല്ലാം തന്നെ പിടിച്ചിട്ട് അവർ തിന്നാറുണ്ടായിരുന്നു. ഇത് അവരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് ഉണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് വിവിധങ്ങളായിട്ടുള്ള ഒരു കീടങ്ങൾ, പ്രത്യേകിച്ച് ഈ ചെള്ളുകളിലൊക്കെ പടർന്നു പിടിക്കുന്ന ചില പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബാധിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ അതിൽ ആ ഒരു സമയത്തൊക്കെ ചൈനയിൽ മരിച്ചായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാനായിട്ട് സാധിക്കും. അത് യൂറോപ്പിലൊക്കെ പ്ലാഗും കാര്യങ്ങളൊക്കെ വന്നതുപോലെ ചൈനയിൽ ഇതിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാഗ്, ചില പ്രത്യേകമായിട്ടുള്ള പ്ലാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ കാരണം വെറുതെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണ രീതികളും, അതായത് വെറുതെ വൃത്തിയില്ലാത്ത ശീലങ്ങളും വെറുതെ ഒരു വൃത്തിയില്ലാത്ത ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാണെങ്കിലും ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ മലയാളികളും ഒട്ടും മോശമൊന്നുമല്ല. പണ്ട് കാലങ്ങളിൽ എലികൾ, പെരിച്ച അതിനൊക്കെ തിന്ന ആൾക്കാർ തന്നെയായിരുന്നു മലയാളികൾ. ചരിത്രം ഒന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.